നിങ്ങൾ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സഹനങ്ങൾ അനുഭവിക്കുന്ന ഒരേ വ്യക്തി, ഒരേ ഒരു കുടുംബം നിങ്ങളല്ല. ഇതുപോലെ സഹിക്കുന്ന ഒത്തിരി പേരുണ്ട്, ശരിയാണോ? അവരെല്ലാം ദൈവത്തിന് മുമ്പിൽ നമ്മുടെ സ്നേഹിതരാണ്, നമ്മുടെ സഹോദരങ്ങളാണ്. നിങ്ങളുടെ ആ വേദനയിലൂടെ കടന്നു പോകുന്ന ഒരു 10 പേർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. ജോബ് തന്റെ സ്നേഹിതർക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. കർത്താവ് അവന് നഷ്ടപ്പെട്ടത് തിരിച്ചു കൊടുത്തു. പറഞ്ഞേ ഹല്ലേലൂയ, ശക്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടുന്ന് ഇനി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചോണം. നിങ്ങൾക്ക് എന്തായാലും ഈ സഹനത്തിന്റെ വേദന അറിയാലോ. നിങ്ങൾക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് കർത്താവിലേക്ക് ആശ്രയിക്കാൻ പറ്റുന്നുണ്ട്. ഒരുപാട് മക്കൾ ഈ വഴി അറിഞ്ഞിട്ടില്ല, ഈശോയെ ആശ്രയിക്കേണ്ടതിന്റെ വില മനസ്സിലായിട്ടില്ല. മനുഷ്യരെ സഹായിക്കുന്നില്ലോ എന്ന് പറഞ്ഞ് ചങ്കുപൊട്ടി ഇപ്പോഴും പുറത്തു കിടന്ന് കരയുന്നുണ്ട് മനുഷ്യർ. അവർ ഈശോയെ അറിഞ്ഞിട്ടില്ല, നമ്മളെ പോലെ. അവർ വചനത്തിന്റെ ശക്തി അറിഞ്ഞിട്ടില്ല. അവർക്ക് ഈ പ്രത്യാശയുടെ തിരുനാളം കിട്ടിയിട്ടില്ല. ഉള്ളതെല്ലാം കരിഞ്ഞു നിൽക്കുകയാണ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എന്നെ പോലെ സഹനം അനുഭവിക്കുന്ന 10 പേർ എന്നെ സംഭവിക്കുന്നറിയോ? ഇരട്ടി അനുഗ്രഹം എന്നൊക്കെ പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ അത് ഭൗതികം ആത്മീയമായിക്കൊള്ളട്ടെ, അവരെല്ലാം ഈശോയിലേക്ക് വരും.